ഇറാനെ വീണ്ടും ആക്രമിക്കാൻ നിർണായക പദ്ധതികൾ ഒരുക്കി പെന്റഗൺ തയ്യാറാക്കുന്ന ചില പുതിയ നീക്കങ്ങളുടെ വിവരങ്ങൾ, റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യയും അതുപോലെ തന്നെ ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചും അമേരിക്ക എടുക്കുന്ന നയങ്ങൾ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പദ്ധതിയിട്ടിട്ടുണ്ടോ? നമുക്കറിയാം, ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതും അമേരിക്കയ്ക്ക് കൃത്യമായ അന്ത്യശാസനം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തതും അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ. അതെല്ലാം കണക്കിലെടുത്താണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചില മിന്നൽ ആക്രമണ പദ്ധതികൾ അത് അണിയറയിൽ ഒരുങ്ങുകയാണ് എന്ന് വളരെ വ്യക്തമായ സൂചന ലഭ്യമാകുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ ബേസ് കൃത്യമായി ഇറാൻ ആക്രമിച്ചുകൊണ്ട്, അതും ഖത്തറിൽ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനാത്മക സാഹചര്യമാണ് ഇറാൻ സൃഷ്ടിച്ചത്. അന്നു മുതൽ അമേരിക്ക മൊത്തത്തിൽ പ്രതിരോധത്തിലായതാണ്. നമുക്കറിയാം, സമനില തെറ്റിയ വ്യക്തിയെ പോലെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പെരുമാറ്റം. പല രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്നു, താരിഫ് ഇരട്ടിയാക്കുന്നു. ഇതെല്ലാം സമാന സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൃത്യമായും വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയതുകൊണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. നെതന്യാഹുവിൻ്റെ സമനില മുമ്പേ തെറ്റിയതാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യര് എന്ന ചിന്തയൊന്നുമില്ല. വംശഹത്യ നടത്തി ഗാസയെ പരിപൂർണമായ ചോരക്കളമാക്കിയാണ് മാറ്റിയത്. 2 കൊല്ലത്തിലേറെ കാലമായി അവിടെ അസമാധാനം വിതറുന്ന നെതന്യാഹുവിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആകപ്പാടെ പരിഭ്രാന്തിയിലാണ്. കാരണം ഇറാൻ ഒരു രീതിയിലും അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ വരുത്തി വച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേകമായ കാരണം റഷ്യ കൊടുത്ത വലിയ പിന്തുണയാണ്. ഇസ്ഫഹാനും ഫോർദോയും ഒക്കെ റഷ്യ സംരക്ഷിച്ച് പിടിക്കാൻ പരമാവധി ശ്രമിക്കുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള ധൈര്യവും ഇറാൻ സംഭരിച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ധൈര്യം മുന്നോട്ടുള്ള ദിവസങ്ങളിലും അവർക്ക് മുതൽക്കൂട്ടായി മാറും. അവർക്ക് അമേരിക്ക എന്നല്ല, ലോകരാജ്യങ്ങൾ നെറുകേടുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അതിൽ ചെന്ന് വീഴേണ്ട കാര്യമില്ല. ഭീഷണിപ്പെടുത്തി ഒപ്പിട്ട് കളയാം. അതാണ് നെഗോസിയേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥമെങ്കിൽ ഇറാന്റെ പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമനി പറയുന്നു, ഈ ഏകപക്ഷീയമായ നിലപാടിനോട് ഞങ്ങൾക്കും താല്പര്യമില്ല, ഞങ്ങളും ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിടില്ല, ഞങ്ങൾക്ക് ബദലായ മാർഗങ്ങളുണ്ട്. റഷ്യയുമായി ചേർന്ന് പുതിയ സഹകരണം വെട്ടിത്തുറന്നിരിക്കുന്നു. അതെല്ലാം ഞങ്ങൾക്ക് പുതിയ ഒരു പാതയാണ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തൻ പ്രതീക്ഷകളുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലർ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം അത് വലിയ തോതിൽ ഗുണപ്പെടുന്നുണ്ട്. ഇതെല്ലാമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ.